ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 227 സന്ദേശം. പരീക്ഷണങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹാർദ്രമായ കരങ്ങൾ കാണുവാൻ ശ്രമിക്കും. സഹനം എപ്പോഴും ഉണ്ടാവും. ഒരു സന്തത സഹചാരിയെപ്പോലെ അത് ആത്മാവിനെ എപ്പോഴും വിശ്വസ്തയോടെ പിന്തുടരും. ഓ ഈശോയെ, അങ്ങയെ സ്നേഹിക്കുന്നതിൽ എന്നെ പിന്നിലാക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 227 സന്ദേശം. പലപ്പോഴും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാർത്ഥത തിരിച്ചറിയാൻ സാധിക്കും. അത് ഈ ലോകത്തിലെ സൗഹൃദത്തിലായാലും ഈ ലോകത്തിലെ സ്നേഹബന്ധങ്ങളുടെ ഏറ്റവും തീവ്രമായ അനുഭവങ്ങളിലായാലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലായാലും, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിലായാലും, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലായാലും, സൗഹൃദങ്ങളിലായാലും സഹനം പലപ്പോഴും ബന്ധത്തിൻ്റെ തീവ്രതയും തീഷ്ണതയും ആഴവും ആത്മാർത്ഥതയും ഒക്കെ വ്യക്തമാക്കുന്നതാണ്. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ പലപ്പോഴും സ്നേഹം എന്താണെന്ന് തിരിച്ചറിയപ്പെടുകയും സ്നേഹത്തിലെ ആത്മാർത്ഥത തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങളും മുഹൂർത്തങ്ങളും ഉണ്ടാവും. സഹനം ഉണ്ടാവുമ്പോൾ കൈയൊഴിഞ്ഞു പോകുന്നവരാണ് 99% ആ അവസരങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ തന്നേക്കാൾ അധികം അപരനെ സ്നേഹിക്കുന്നവന് മാത്രമേ സഹനത്തിനിടയിലും അപരനോടുള്ള വിശ്വസ്തത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സന്ദേശത്തിലും ഡയറിക്കുറിപ്പുകളിലെ വിശുദ്ധ ഫൗസ്റ്റീനയും വിവരിക്കുന്നതാണ്. ഓ എൻ്റെ ഈശോയെ, അങ്ങയെ സ്നേഹിക്കുന്നതിൽ നിന്ന് എന്നെ പിന്നിലാക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഏത് സഹനത്തിലും ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കാൻ പരിശ്രമിക്കും. ദൈവത്തിൻ്റെ സ്നേഹാർദ്രമായ കരങ്ങൾ ഏത് സഹനത്തിലും കാണുവാൻ ഞാൻ ശ്രമിക്കും. സഹനം എപ്പോഴും ഉണ്ടാകും. അത് എന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്ന പോലെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ എന്നെ ശുദ്ധീകരിക്കുകയാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ ഞാൻ അവിടുത്തെ നോക്കി അവിടുത്തെ തിരുമുമ്പിൽ അങ്ങയെ സ്നേഹിച്ചുകൊണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീന ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അർത്ഥങ്ങൾ തരിക. എവിടെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുക? നഷ്ടങ്ങൾക്ക് മുമ്പിൽ ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട്. സഹനങ്ങൾക്ക് മുമ്പിൽ വില കൊടുക്കുന്നത് ഒരു അനാവശ്യ ഘടകമായിട്ട് കരുതി ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട്. വില കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് നടന്നു പോകുന്നവരുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രൗഢിക്കും സമ്പത്തിനും സമ്പന്നതയ്ക്കും ആഘോഷങ്ങൾക്ക് മുമ്പിൽ ദൈവത്തെ പറയുന്നവരുണ്ട്. ദൈവത്തിൻ്റെ നിശബ്ദതയ്ക്ക് മുമ്പിൽ ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട്. എവിടെയായിരുന്നാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്: അവൻ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ എൻ്റെ പിതാവാണ്, അവൻ എൻ്റെ ദൈവവുമാണ്. അതുകൊണ്ട് ആ പദ്ധതി എൻ്റെ നാശത്തിനല്ല, എൻ്റെ ഭാവിക്കും ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലാക്കുവാൻ സാധിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ദൈവമേ, ഏത് സഹനത്തിനു മുമ്പിലും അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അങ്ങനെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.